നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം ടൗൺ നവീകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും ഒറ്റപ്പാലം നഗരസഭ നവീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ജനകീയ വായനശാല കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം ടൗൺ നവീകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും ഒറ്റപ്പാലം നഗരസഭ നവീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ജനകീയ വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഒറ്റപ്പാലം ടൗൺ നവീകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. പാലക്കാട് പൊന്നാനി റോഡിലെ കിഴക്കേത്തൊട്ട് പാലം മുതൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് വരെയാണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. അരുകുചാൽ നിർമ്മാണം, ഇന്റർലോക്ക്, ടൈൽ വിരിച്ച് വീതി കൂട്ടൽ, കാൽനട യാത്രക്കാർക്ക് വേണ്ടി നടപ്പാതയും ഹാൻഡ് റെയിലും എന്നിങ്ങനെ ഒറ്റപ്പാലം ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്ന നവീകരണ പ്രവൃത്തിയാണ് നടപ്പിലാക്കുന്നത്. ഈ പ്രവൃത്തി നടപ്പിലാക്കുവാൻ മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നവീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ജനകീയ വായനശാലയുടെയും ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വായനയെ കൂടുതൽ സമഗ്രതയോടെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും വായനയുടെയും എഴുത്തിൻ്റെയും പര്യായമായി നമ്മുടെ മണ്ഡലത്തിൽ നിലകൊള്ളുന്നതുമായിട്ടുള്ള ഒറ്റപ്പാലം ജനകീയ വായനശാല, ആ വായനശാലയുടെ പ്രവർത്തനത്തിൻ്റെ വിപുലതയിലേക്ക് കാൽവയ്ക്കുന്നതിൻ്റെ തുടർച്ചയിലാണ് ഈ ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതിന് ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തത്. ഒറ്റപ്പാലം നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി. വായനശാല സെക്രട്ടറി, വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് സുഹറ, ലൈബ്രറി പ്രസിഡന്റ് രാമചന്ദ്രൻ, പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴ, ആനന്ദ് മീറ്റ്ന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2023-24 സാമ്പത്തിക വർഷത്തിൽ 25 ലക്ഷം രൂപയും 24-25 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടങ്ങൾ നവീകരിച്ചിരിക്കുന്നത്.